ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TP, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ വീണ്ടും ഇന്നലെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് കണ്ടത്. മിനിഞ്ഞാന്നത്തെ സെൽ ഓഫിന് ശേഷം അതേ രീതിയിലുള്ളൊരു മുന്നേറ്റം തന്നെയാണ് അമേരിക്കയിൽ കണ്ടിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള താരിഫ് ഇഷ്യൂസ് ചർച്ചയിലൂടെ പരിഹരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കണ്ടത്. ഒപ്പം ഡൊണാൾഡ് ട്രംപും പറഞ്ഞിട്ടുണ്ട് ഫെഡ് ചെയർമാനെ മാറ്റാനൊന്നും ഉദ്ദേശമില്ല എന്നുള്ളത്. ഈ രണ്ട് ന്യൂസുകളും പോസിറ്റീവാണ്. ഒപ്പം ടെക്നോളജി സ്റ്റോക്കുകൾ എന്നൊരു മുന്നേറിയിട്ടുണ്ട്. ടെസ്ലയുടെ റിസൾട്ട് വന്നിരുന്നു. പക്ഷേ റിസൾട്ട് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ പോലും ടെസ്ല മുന്നേറുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എലോൺ മസ്ക് ഡോജി ഗവൺമെൻറ് ഗവർണൻസിൽ നിന്ന് മാറുക എന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും ടെസ്ലനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഇത് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ്, അല്ലെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ മെജോറിറ്റി ബെറ്റർ ആയിരുന്നു. ഹോങ്കോങ് ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും ഒരു ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ് പ്രിവെയിൽ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $3499.7 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഇന്നലെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ $3365 പെർ ഔൺസ് ആണ്. സ്വല്പം താഴെയാണ് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ. നമ്മൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഗോൾഡിൽ കണ്ടേക്കാന്നുള്ളത്. അത്തരത്തിലുള്ളൊരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഇന്ന് ഗോൾഡിലുള്ളത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ റേറ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിൽവർ സ്വല്പം താഴെയാണ്. പക്ഷേ ഇന്ന് വീണ്ടും റാലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കോപ്പറും മറ്റ് ഇൻഡസ്ട്രിയൽ കമോഡിറ്റികളാണ്. തീർച്ചയായിട്ടും ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഇഷ്യൂസ് സെറ്റിൽ ആവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ മെറ്റൽ സെക്ടറിനാണ്. അതോടൊപ്പം തന്നെ കോപ്പറിനെ പൊതുവെ അടുത്ത ഗോൾഡായിട്ടാണ് മാർക്കറ്റിലുള്ള വിലയിരുത്തൽ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി കോപ്പർ പ്രൈസിലുണ്ട്. ഒപ്പം നമ്മൾ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിലും ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $67.88 പെർ ബാരലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറായിട്ട് 85-25 ലെവലിലൊക്കെയാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ന്യൂസുകളെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് ചർച്ചകൾക്ക് മുന്നോടിയായുള്ള ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റാണ് ഈ ഡിസ്കഷൻസ് കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പൊതുവേ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. ഒപ്പം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പഴയ ഇന്ത്യയല്ല, പണ്ട് അമേരിക്കൻ ഭരണാധികാരികൾ വിചാരിച്ച പോലെയുള്ള ഒരു ഇന്ത്യയല്ല ഇപ്പോൾ. നമ്മൾ ഒരു ലോ ലേബർ കോസ്റ്റുള്ളൊരു ഇന്ത്യ ആയിട്ടാണ് അമേരിക്കൻ ഭരണാധികാരികൾ മുമ്പ് ഇന്ത്യനെ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ത്യ ഈക്വലി കോമ്പീറ്റൻ്റ് ആണ്. അമേരിക്ക അതുപോലെ തന്നെ ചൈന മറ്റു രാജ്യങ്ങളും കോമ്പീറ്റ് ചെയ്യാനായിട്ട് വളർന്നു കഴിഞ്ഞു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും അമേരിക്കയുടെ സ്റ്റാൻഡ്, താരിഫ് റിലേറ്റഡ് സ്റ്റാൻഡിലൊക്കെ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ. ഇനി നമ്മൾ ടെക്നോളജി രംഗത്തുള്ള കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ചൈന 10G ബ്രോഡ്ബാൻഡ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. 10G നമ്മളൊക്കെ 5G 6Gയിലേക്ക് എത്തുന്നേ ഉള്ളൂ. 10G ബ്രോഡ്ബാൻഡ് ചൈന ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. വളരെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് സർവീസസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10 മിനിറ്റൊക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ ഇത് 20 സെക്കൻഡ് കൊണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും 10Gയിൽ. തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ചൈന ടെക്നോളജി രംഗത്ത് വീണ്ടും കുതിച്ച് ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി നമ്മൾ Q4 റിസൾട്ടുകൾ, ഇന്നലെ വന്ന റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ എക്സലൻറ്റ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളത് വാരി എനർജീസാണ്. അതുപോലെ തന്നെ
തന്നെ ഗൈഡൻസും ബെറ്ററാണ്. അടുത്ത വർഷത്തേക്ക് ഓൾമോസ്റ്റ് ഡബിളാണ് എബിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വാരിയ എനർജീസ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും മുന്നേറിയിരുന്നു, ഇന്നും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ലോങ് റണ്ണിൽ ഗൈഡൻസ് പ്രകാരമുള്ളൊരു ഗ്രോത്താണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ വാരിയ എനർജീസ് അടുത്ത മാസങ്ങളിൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ മറ്റ് റിസൾട്ടുകൾ സൈൻ DLM ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അമേരിക്കൻ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് കമ്പനി, ഡിഫൻസ് റിലേറ്റഡ് കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലോങ് റണ്ണിൽ സൈൻഡ് DLMനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് Q4 റിസൾട്ട് ആസ് പെർ എക്സ്പെക്റ്റേഷൻസ് ആണ്, സ്ലൈറ്റ്ലി ബെറ്ററുമാണ്. ഹാവൽസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസുള്ള കമ്പനികൾ വിഗാർഡ് പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ഓർഡർ ബാഗിങ് കമ്പനികൾ PNC ഇൻഫ്ര 239.94 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തേക്കാം. അശോക ബിൽഡ്കോൺ 568.86 കോടി രൂപ വരെ ഓർഡർ റെയിൽവേയിൽ നിന്ന് ബാഗ് ചെയ്തേക്കാം. ഒപ്പം വരുൺ ബിവറേജസ് ബോട്ടിൽഡ് വാട്ടർ രംഗത്തേക്കും കൂടി കടക്കാണ്. UP പ്ലാന്റിൽ ഇതിൻ്റെ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ജ്യൂസ് ബേസ്ഡ് ഡ്രിങ്ക്സും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വരുൺ ബിവറേജസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ 361, അതുപോലെ തന്നെ ഇൻഡോ ഫാം എക്യുപ്മെൻറ്റ് ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെയാണ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ. പൊതുവേ സെൻറ്റിമെൻറ്റ് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ന് Q4 റിസൾട്ടുകൾ വരുന്നുണ്ട്. L&T മൈൻട്രി, അതുപോലെ തന്നെ ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ടാറ്റ കൺസ്യൂമർ, ഡാൽമിയ ഭാരത്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, 361, തൈറോ കെയർ, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഇന്ന് Q4 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റ് മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ ഈ സ്റ്റോക്കുകളിലൊക്കെ കണ്ടേക്കാം. അപ്പോൾ വളരെ പോസിറ്റീവാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ്. ഒപ്പം ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഗോൾഡ് ഒരു ഹയർ ലെവലിൽ ഹിറ്റ് ചെയ്തതിനു ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. വീണ്ടും ഗോൾഡ് മുന്നേറാനുള്ള സാധ്യതകളാണ്. ഒരുപക്ഷെ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ഒരു $3,250 പെർ ഔൺസ് വരെയൊക്കെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ വന്നേക്കാം. അല്ലാത്ത പക്ഷം ഗോൾഡും ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഫർദർ കാണിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക എന്ന് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനായിട്ട് ട്രേഡിംഗ് ടെർമിനൽ കൂടെ നമ്മൾ 2 സ്ട്രോങ് പിക്കുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് വളരെ സൂക്ഷ്മമായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ട് ഈ പിക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.